ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഈ വർഷത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയെക്കുറിച്ചും പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവർ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഇതുവരെയും ലക്ഷ്മി പൂജകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർ, ചെയ്യാൻ പേടിയുള്ളവരൊക്കെ മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങളെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചൊല്ലാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നാളത്തെ തിഥി സപ്തമിയാണ്. നക്ഷത്രങ്ങൾ ഉച്ചയ്ക്ക് 1:42 വരെ ഉത്രം നക്ഷത്രവും അതിന് ശേഷം അത്തം നക്ഷത്രവുമാണ് വരുന്നത്. നമ്മൾ ഇവിടെ ഉത്രം നക്ഷത്രത്തെ എടുത്തുകൊണ്ടാണ് ലക്ഷ്മി പൂജ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കുന്നത്. അതുമാത്രവുമല്ല, അത്തം നക്ഷത്ര വെങ്കടേശ്വര പൂജ ചെയ്യുന്നവരൊക്കെ നാളത്തെ ദിവസം മറക്കാതെ അതും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ലക്ഷ്മി ദേവിയെയും വെങ്കടേശ്വരനെയും ഒന്നിച്ചിരുത്തി തന്നെ നമുക്ക് പൂജകൾ ചെയ്യാവുന്നതാണ്. നാളെ ഞാൻ പറഞ്ഞു ഉത്രം നക്ഷത്രം ആണ് എന്നുള്ളത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ 2026 എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിസ്സാക്കാതെ ഈ പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഉത്രം നക്ഷത്രത്തിന് ശങ്കരനാരായണ നക്ഷത്രം എന്നുള്ള മറ്റൊരു പേരുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ എന്താണ് നാളെ ചെയ്യേണ്ടത്? എപ്പോഴും പറയുന്നത് പോലെ ശുക്രഹോര സമയത്താണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. 3 പ്രാവശ്യം ഒരു ദിവസം ശുക്രഹോര വരും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഒരുപാട് പേർക്ക് ശുക്രഹോരയെ സംബന്ധിച്ചൊരു സംശയമുണ്ട്. സൂര്യ ഉദയം മുതലാണ് ഒരു ദിവസത്തെ ഹോരയുടെ ആരംഭം. നമ്മളൊരു കണക്ക് പറയുമ്പം 6 to 7 എന്ന് പറയും. ആക്ച്വലി ഉച്ചയ്ക്കും രാത്രിയിലും വരുന്ന സമയം ഏകദേശം കറക്റ്റായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു രാവിലത്തെ ഹോര എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സൂര്യ ഉദയം ആ ഒരു സമയത്തെ കണക്കാക്കിയിട്ടാണ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 7 മണിക്കാണ്, ഇപ്പോൾ 7:05 സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ദിവസത്തെ ഹോരയുടെ ആരംഭം 7:05. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 6:15 6:30 6:35 ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ഈ ഒരു ഹോരയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 6 to 7 എന്നൊരു കണക്ക് നമ്മൾക്ക് നോക്കാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് അത് നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ ഒരു 6:30 കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു പൂജ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്കും രാത്രിയിലും ഹോരയ്ക്ക് വലിയ വ്യത്യാസം വരില്ല. ഒരു 15 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണോ ലക്ഷ്മി പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 3 ഹോരയിൽ ഏത് ഹോരാ സമയത്താണോ ആ ഒരു സമയത്ത് സാധാരണ നിങ്ങൾ പൂജ ചെയ്യുന്ന ആ ഒരു സ്ഥലം വൃത്തിയാക്കി ശുദ്ധമാക്കി ഇടുക. ഇട്ടിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നമ്മൾ വെക്കുക. വെച്ചിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കോലം, ഇത് സൗന്ദര്യ ലഹരിയിലെ 100ാമത്തെ ശ്ലോകത്തെ കുറിക്കുന്ന കോലമാണ്. ഇത് നമ്മൾ വൃശ്ചിക മാസത്തിലെ ഞായറാഴ്ചകളിൽ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷര ദീപം കൊളുത്തി വരച്ചിരുന്നു. അന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വൃശ്ചിക മാസത്തിൽ സൂര്യഭഗവാന് ഭൂമിയിൽ നിന്ന് വളരെയധികം ദൂരമായതുകൊണ്ട് തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിനാണ് നമ്മളിത് കൊളുത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു കോലം വരയ്ക്കണം. അത് നിങ്ങൾക്ക് ഒരു വാഴയിലയിലോ ബ്രാസിൻ്റെ ചെറിയ പ്ലേറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ പലകയുണ്ടെങ്കിൽ, കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വരച്ചാലും മതിയാവും. ആ കോലമായിട്ട് വരയ്ക്കണം. അതായത് പച്ചരിപ്പൊടിയിൽ ഒരല്പം പച്ചക്കർപ്പൂരവും ജവാദുണ്ടെങ്കിൽ അതും ഒരു കുഞ്ഞ് പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി, ഒരുപാട് കളർ മാറരുത്. എന്നിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലെ ആ ഒരു മോതിര വിരൽ കൊണ്ടോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അങ്ങനെ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഈ ഒരു കോലം വരയ്ക്കുക. നടുക്ക് ഓം ഹ്രീം എന്ന് എഴുതുക. 3 സൈഡിലും തൃശൂലം. അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ചുമന്ന പൂക്കൾ ഉണ്ടെങ്കിൽ, കാരണം സൂര്യഭഗവാന്റെ കളർ എന്ന് പറയുന്നത് ചുമപ്പാണ്, സോ ചുമന്ന കളർ പൂക്കളുണ്ടെങ്കിൽ ആ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. താമരപ്പൂവൊക്കെ വെക്കാം. പിന്നെ ലക്ഷ്മി ദേവിക്ക് മുൻപിലായിട്ട് നമ്മൾ ഒരു ദീപം, അത് അഷ്ടലക്ഷ്മി വിളക്കോ സാധാരണ നിങ്ങൾ കൊളുത്തുന്ന എന്ത് ദീപവും ആവാം, നെയ്ദീപം തന്നെ കൊളുത്തണം. എന്നിട്ട് ഒന്നെങ്കിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലി ഈ വരച്ചിരിക്കുന്ന കോലത്തിന് ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണം. ഇപ്പോൾ ലളിതാ സഹസ്രനാമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വരയ്ക്കുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും നമ്മൾ സാധാരണ കത്തിക്കുന്ന നിലവിളക്ക് അതിനെ മഹാലക്ഷ്മി ആയിട്ട് കണ്ടിട്ട് ആ വിളക്കിനടുത്തായിട്ട് ചെറുതായിട്ടാണെങ്കിലും ഈ ഒരു കോലം വരച്ചിട്ട് ലളിതാ സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യാം. പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും മതിയാകും. ലളിതാ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യണം. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അറിയില്ല, അല്ലെങ്കിൽ ബുക്കില്ല, നോക്കി ചൊല്ലാൻ താല്പര്യമില്ല, അതിനുള്ള സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. ഏറ്റവും ശ്രേഷ്ഠം ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുന്നതാണ്. ത്രിദേവികളെയും നമ്മളിവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അർച്ചന ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. ധൂപദീപ ആരതി എടുത്ത് നിവേദ്യം സമർപ്പിക്കുന്നത് നമ്മൾ വെന്ത ചോറ്, അതായത് പച്ചരി ഉണ്ടല്ലോ, പച്ചരി നമ്മൾ ചോറായിട്ട് വേവിച്ചിട്ട് അതിൽ ഒരു പിഞ്ച് ഓഫ് നെയ്യ് ഒഴിച്ച് അത് ദേവിക്ക് സമർപ്പിക്കണം. ഒപ്പം തന്നെ വെറ്റിലയും പാക്കും, പഴമുണ്ടെങ്കിൽ പഴം, അതേപോലെ നട്ട്സ്, അങ്ങനെ എന്താണോ പറ്റുന്നത്. ഇതൊന്നും പറ്റിയില്ലെങ്കിലും പച്ചരി ചോറ് വേവിച്ച് അത് മാത്രം നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതിയാവും. അതും സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടിയിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ വീട്ടിലോട്ട് പ്രോസ്പെരിറ്റിയും ഐശ്വര്യവും ധനവരവും ഒക്കെ കൂടും. അതായത് 8 ദിക്കിൽ നിന്നുമുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ എല്ലാവരും ചൊല്ലുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പൂജ കഴിഞ്ഞ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ അത്തം നക്ഷത്ര വെങ്കടേശ്വര പൂജ ചെയ്യുന്നവർക്ക് സന്ധ്യയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത്തം നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് 1:42 ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് വരുന്ന ആ ഒരു ശുക്രഹോര സമയത്ത് ഈ പൂജയോടൊപ്പം ഭഗവാനെയും വെച്ച് ചന്ദനത്തടി വെച്ച് നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ചെയ്യുന്ന പടിപൂജ, അക്ഷയപാത്രം മാറ്റി വെള്ളം വെക്കുന്നത്, വീട് നല്ല രീതിയിൽ പുകയ്ക്കുന്നത്, ഇതൊക്കെ എല്ലാവരും ചെയ്യണം. ഇതൊന്നും എല്ലാ ആഴ്ചയിലും എടുത്തെടുത്ത് പറയണം എന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ പോലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഒപ്പം തന്നെ ഡ്രസ്സ്, പുതിയ ഡ്രസ്സെന്നോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സെന്നോ, നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ ലക്ഷ്മി പൂജ ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ കീറലുകളോ പഴക്കങ്ങളോ, അതായത് ഒത്തിരി പഴകിയ തുണിയോ അങ്ങനെയൊന്നും ആവരുത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചുരിദാറോ സാരിയോ ഒക്കെ മാറ്റി വെക്കാവുന്നതാണ്. പൂജാ സമയത്ത് മാത്രം അതിട്ടാൽ മതിയാകും. ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ നമ്മൾ ഡ്രസ്സ് മാറ്റി വെക്കുന്നത് പോലെ തന്നെ. പിന്നെ വീടിനകം എപ്പോഴും നല്ല ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം ലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. പടിപൂജ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ മാവിലത്തോരണമോ വെറ്റിലത്തോരണമോ ഒക്കെ കോക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഈ ഒരു പൂജ ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.